നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ഞാൻ സുനീഷ് തമ്പാൻ. ആദ്യം തന്നെ പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പർ പറയാം. 80 86 89 70 30 80 86 89 70 30. ഇന്ന് 29/5/2024 2ൻ്റെ ഒരു പവർഫുള്ളായിട്ടുള്ള ഡേ ആണ്. 2 അതായത് 2 + 9 11 1 + 1 2 എന്ന എനർജി വരും. അപ്പോൾ 2 എന്ന ഒരു എനർജിയുടെ ദിവസമാണ്. 2 അറിയാം അല്ലേ? ഈ മുൻ എപ്പിസോഡുകളൊക്കെ കാണുന്നവർക്കറിയാം. 2 എന്നാൽ ചന്ദ്രൻ്റെ എനർജിയാണ്. ചന്ദ്രൻ എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത് ന്യൂമറോളജി പ്രകാരം? മനസ്സ്, പ്രണയം, മാതാവ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ, കല, ഇതൊക്കെ പ്രതിനിധീകരിക്കുന്ന ഒരു പവർഫുള്ളായിട്ടുള്ള എനർജിയാണ് 2 എന്ന എനർജി. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ നമുക്കൊരു കോൾ വന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കോളിലേക്ക് തന്നെ ആദ്യം പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? സലീന അല്ലേ? സലീജ അല്ലേ? ഓക്കെ. സലീജ എവിടുന്നാണ് വിളിക്കുന്നത്? സലീല. ഓക്കെ. ആരുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്? മോഹന്റെ കാര്യം. ഓക്കെ, പറഞ്ഞോളൂ. മകന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. മോന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 2005 ഏപ്രിൽ എത്രയാണ്? ഏപ്രിൽ 1 10:35 രാവിലെ. ഓക്കെ. മകന്റെ പേര് പറയൂ. മോന്റെ പേര് സിദ്ദീഖ്. സിദ്ദീഖ്. ഓക്കെ. കിട്ടിയോ പേര്? സിദ്ദീഖ്. ഓക്കെ, സിദ്ദീഖ്. ഓക്കെ, കിട്ടി. സിദ്ദീഖിന്റെ ഇനീഷ്യൽ പേര് സലീന. ഓക്കെ, ശരി, സലീന. ഓക്കെ, ശരി. അപ്പൊ സിദ്ദീഖിന്റെ ഇനീഷ്യൽ എന്താണ്? എൻ. ഒരെൻ മാത്രല്ലേ ഉള്ളൂ? എന്തോ? ഒരെൻ മാത്രല്ലേ ഉള്ളൂ? ഓക്കെ, റൈറ്റ്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് പറയാം. അപ്പോൾ ഏപ്രിൽ 1 2005 ജനിച്ചത് അല്ലേ? സിദ്ദീഖ് എൻ. ഓക്കെ, ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഒന്ന് ഹോൾഡ് ചെയ്യ് കേട്ടോ. ലൈനിൽ നിന്നാ മതി. ഇപ്പൊ തന്നെ പറയും. ലൈനിൽ തന്നെ നിൽക്കൂ കേട്ടോ. ഓക്കെ, സംസാരിക്കാതെ നിൽക്കൂ. ഞാൻ നോക്കട്ടെ. ശരി. ഹലോ, കേൾക്കാമോ? കേൾക്കാമോ? അപ്പോൾ ഈ പേഴ്സണാലിറ്റി നമ്പർ 1, ലൈഫ് പാത്ത് നമ്പർ 3 ആണ്. അതായത് 1ൻ്റെയും 3ൻ്റെയും കൂടിച്ചേരലാണ്. അപ്പോൾ പൊതുവെ വലിയ ദോഷങ്ങളൊന്നും പറയാനില്ല ഈ ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം. ഓക്കെ. അപ്പോൾ സിദ്ദിഖ് വിചാരിക്കുന്ന രീതിയിൽ സിദ്ദിഖിന് പോകാനുള്ള എനർജി ഒക്കെ ഉണ്ട്. പക്ഷെ ആ പേരൊന്ന് കുറച്ച് റെഡിയാക്കുന്നത് നന്നായിട്ടുണ്ടാവും കേട്ടോ. പേരിൽ ചെറിയ മാറ്റം വരുത്തുന്നത് നന്നായിട്ടുണ്ടാവും. അത് സിദ്ദിഖിനോടൊന്ന് പറയാം. ഒരു ന്യൂമറോളജി അതെ. അപ്പോ അതിപ്പോ അവൻ +2 കഴിഞ്ഞ് കൊമേഴ്സും കഴിഞ്ഞ് ഇങ്ങനെ പല ട്രെയിനിങ്ങും കഴിഞ്ഞ് നിൽക്കുക. അവന് എങ്ങോട്ടെങ്കിലും പോകാനുള്ള ഒരിത് എന്തോ ഒരു തടസ്സം പോലുണ്ട്. അതെന്താന്നൊന്നും കൂടെ അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഓക്കെ, അത് ഞാൻ പറയാം. എന്തായാലും ഇത് സിദ്ദിഖിനോട് പറയാം. പേരിൽ ചെറിയ മാറ്റം വരുത്തുന്നത് എന്തായാലും നന്നായിട്ടുണ്ടാവും അവരുടെ ഭാവിയിലേക്ക്. അപ്പോൾ ഇത് കുറച്ച് 20 എന്ന എനർജിയിലാണ് ഉള്ളത്. അപ്പം വളരെ ദോഷമില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതിപ്പോൾ സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യദായകമായിട്ടുള്ള പേര് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ എന്ന് പറയാം. അപ്പോൾ ഈ സമയങ്ങളിൽ സിദ്ദിഖിൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ ഇതിൽ നോക്കിയിട്ട് ഒന്ന് പറയാം. ഒന്ന് ഹോൾഡ് ചെയ്യും കേട്ടോ. ആയിക്കോട്ടെ. ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ശരി. ഇപ്പൊ സിദ്ദിഖ് വേറെ എന്തെങ്കിലും ജോലിക്ക് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? അല്ല, പോണോന്നുള്ള ആഗ്രഹത്തിൽ ഇങ്ങനെ നീറ്റിവായി. ഈ കൊമേഴ്സിന്റെ തന്നെ ഒരു കമ്പനിക്കാര് ട്രെയിനിങ്ങിനൊക്കെ വിളിച്ച് ഇവന്റെ കൂടെ ഉള്ളവർക്ക് കിട്ടി, അവന് കിട്ടിയില്ല. പക്ഷെ ഇതിൽ കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ജോലിക്ക് എന്താ പറയാ അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ്. അതിപ്പോ ജൂൺ മാസത്തിൽ കൂടുതൽ സപ്പോർട്ടീവ് ആയിട്ടുള്ള സമയമുണ്ട്.
ഈ മാസം ജൂൺ മാസത്തിൽ കൂടുതൽ സപ്പോർട്ടീവ് ആയിട്ടുള്ള സമയം കാണുന്നുണ്ട്. എന്തായാലും ഈ വർഷം അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ്. നിങ്ങളുടെ മകൻ ആഗ്രഹിക്കുന്ന രീതിയിൽ പോകാനൊക്കെയുള്ള അനുകൂലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. തീർച്ചയായിട്ടും ഈ കർമ്മരംഗത്ത് തീർച്ചയായിട്ടും പുരോഗതിയുള്ള സമയം തന്നെയാണ്. അപ്പോൾ പേര് മകനോടൊന്ന് സൂചിപ്പിക്കുക. അത് എങ്കിൽ അവന് താല്പര്യം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി ഒരു ന്യൂമറോളജിസ്റ്റിനെ കണ്ടിട്ട് ഒന്ന് അത് ബെസ്റ്റ് ആക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ സിദ്ദിഖ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ സിദ്ദിഖിന്റെ ഫുൾ ഫോം ഇപ്പം പാസ്പോർട്ടിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പേരായിരിക്കാം. എന്നിന്റെ ഫുൾ ഫോം ആയിരിക്കും. ഇല്ല, അപ്പന്റെ പേര് നൗഷാദ് എന്നാണ് അല്ലേ? ഓക്കെ. അപ്പൊ ആ എന്നാ ഞാൻ സാറിനോട് പറഞ്ഞേ. നൗഷാദ്. ഓക്കെ. അതായത് പാസ്പോർട്ടിൽ അപ്പോ സിദ്ദിഖ് നൗഷാദ് എന്നായിരിക്കും ഉണ്ടാകുക. അപ്പോ സിദ്ദിഖ് നൗഷാദ് എന്നാണ് പാസ്പോർട്ടിൽ. അതെ, അതാണ് ഉണ്ടാവുന്നത് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ പറയുന്നത് കേൾക്കൂ. അപ്പോൾ അങ്ങനെയാണ് പേരെങ്കിൽ അത് ഒരു ബെസ്റ്റ് ആയിട്ടുള്ള പേര് തന്നെ. മകനെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആണ് ആ ഒരു എനർജി ഉള്ളത്. അപ്പോൾ ആ ഒരു പേര് ഫോളോ ചെയ്യുന്നത് കൂടുതൽ ഗുണകരമായിരിക്കും. ഈ സിദ്ദിഖ് എന്നും അല്ലാതെ, അതായത് പൊതുവേ SSLC ബുക്കിലും മറ്റ് റെക്കോർഡിക്കലി ചിലപ്പോൾ സിദ്ദിഖ് എന്ന് മാത്രമായിരിക്കും. പാസ്പോർട്ടിൽ മാത്രമാണ് സിദ്ദിഖ് നൗഷാദ് എങ്കിൽ എല്ലാ സ്ഥലത്തും സിദ്ദിഖ് നൗഷാദ് തന്നെ ഉപയോഗിക്കുന്നതാണ് മകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റായിട്ട് ഉള്ളത്. അതാണ് എനിക്ക് ന്യൂമറോളജി പ്രകാരം പറയാനുള്ളത്. അപ്പോൾ കൂടുതൽ എളുപ്പമാകും. അതെ. സിദ്ദിഖ് നൗഷാദ് എന്ന് പൂർണ്ണമായിട്ട് ഇടുന്നതാണ് നല്ലത്. ഓക്കെ. എന്തായാലും ശ്രമിക്കുക. എവിടെയാണ് ജോലി ഉദ്ദേശിക്കുന്നത് അതിന് നല്ല ശ്രമം തന്നെ നടത്തുക. കൃത്യമായിട്ട് കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാവാനുള്ള സമയങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മകനെ സംബന്ധിച്ചിടത്തോളം, കേട്ടോ. അപ്പോൾ അങ്ങനെ വിഷമിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ഓച്ചിറയിൽ നിന്ന് സിദ്ദിഖിൻ്റെ ഉമ്മയാണ് വിളിച്ചത്, അലീന. ഓക്കെ, എന്തായാലും വിളിച്ചതിൽ സന്തോഷം. ഓക്കെ. അപ്പോൾ പേഴ്സണാലിറ്റി നമ്പർ 1 ലൈഫ് പാത്ത് നമ്പർ 3 ഉള്ള ഒരു വ്യക്തിയായിരുന്നു സിദ്ദിഖ് എന്നത്. പൊതുവേ ന്യൂമറോളജി പ്രകാരം നല്ലൊരു കൂടിച്ചേരലാണ് 1-ൻ്റെയും 3-ൻ്റെയും കൂടിച്ചേരൽ. അപ്പോൾ ഞാനതാണ് അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ എന്താ പറയുക, ഫുള്ളായിട്ടുള്ള നെയിം അങ്ങനെയുള്ള കുറേ സ്പെല്ലിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ബുദ്ധിമുട്ടിക്കാൻ കയ്യിൽ അയച്ചിട്ടാണ്. സിദ്ദിഖ് നൗഷാദ് എന്ന ആ നോർമലായിട്ട് വരുന്ന ആ സ്പെല്ലിംഗ് തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് എന്നെ ഒരു മികച്ച കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് തീർച്ചയായിട്ടും വരും. അങ്ങനെയാണ് ന്യൂമറോളജി പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് പ്രകാരം ഞാൻ ഇന്ന് സംസാരിക്കാൻ വേണ്ടി തുടങ്ങിയത് 2ൻ്റെ എനർജീനെ കുറിച്ചിട്ടാണ് അല്ലേ. 29, അതായത് 2 + 9 11 വരും. 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ 29 എന്ന് ജനിച്ചവരുടെ കുറച്ച് പ്രത്യേകതകളാണ് ഞാൻ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. അതായത് 29-ാം തീയതി ഞാൻ പറഞ്ഞു മനസ്സിൻ്റെ കാരകനാണ്. ഇവർ ഇമോഷണലി ഹൈ ആയിരിക്കും. വളരെ സെൻസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റോട് കൂടിയ ആൾക്കാരായിരിക്കും. അതായത് ഒരു ചെറിയ കാര്യത്തിനെ കുറിച്ചിട്ട് പോലും അവർ ഡീപ്പായി ചിന്തിക്കുന്ന ഒരു അവസ്ഥ കാണാം. അതുകൂടാതെ അവർക്കുള്ള മറ്റൊരു ഗുണം, നമുക്കൊരു കോൾ വന്നിട്ടുണ്ട്. കോളിന് ശേഷം നമുക്ക് ആ ഗുണം പറയാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ. ആരാണ് സംസാരിക്കുന്നത്? ഓക്കെ. അനുശ്രീ, എന്താ പേര് പറഞ്ഞത്? ഒന്ന് കൃത്യമായിട്ട് ഒച്ചത്തിൽ പറയാം കേട്ടോ. ഇവിടെ എന്തോ സൗണ്ടിന് ചെറിയ പ്രശ്നമുണ്ട്. ശിവതയുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണോ വിളിക്കുന്നത്? അതെ. ശിവതയുടെ ഇനീഷ്യൽ എന്താണ്? വി ഫോർ വിക്ടറി അല്ലേ? വി അല്ലേ? ശിവതയുടെ ഡേറ്റ് ഓഫ് ബർത്ത് പറയും. ആണെങ്കിൽ ആണെന്ന് പറയണം കേട്ടോ, എന്നാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. ഡേറ്റ് ഓഫ് ബർത്ത് പറയും. 22/12/2014. 22/12/2014. ഓക്കെ. ശിവത ഒന്ന് ഹോൾഡ് ചെയ്യണേ. ശിവത എവിടുന്നാ വിളിക്കുന്നത് പറഞ്ഞില്ല? കണ്ണൂർ. ഓക്കെ. ഇത് ശിവതയാണോ വിളിക്കുന്നത്? ശിവതയുടെ അമ്മയാണോ? അല്ല, ശിവതന്റെ. എന്താണ്? ശിവതന്റെ അമ്മയാണ്. പേര് ചോദിക്കുമ്പോൾ ശിവത എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഓക്കെ, ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ എന്തായാലും.
ഹലോ, കേൾക്കാമോ? ശിവധ SIVADA SHI അല്ലേ? ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ പേഴ്സണാലിറ്റി നമ്പർ 4, ലൈഫ് പാത്ത് നമ്പർ 5 വരുന്നത്. അപ്പോൾ ഈ ഒരു എനർജി പ്രകാരം നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു എനർജി ഇതിൽ കാണുന്നുണ്ട്. ന്യൂമറോളജി പ്രകാരം ആൾ ആക്റ്റീവ് ആയിരിക്കാനുള്ള ഒരു എനർജി ഉണ്ട്. അപ്പം ഇത് 22 എന്ന ഡേറ്റ് ആണ് അവരുടേത്. അതായത് ഒരു മാസ്റ്റർ നമ്പറാണ് 22. പൊതുവേ ന്യൂമറോളജി പ്രകാരം പറയുന്നത് ഒരു മാസ്റ്റർ ബിൽഡേഴ്സിൻ്റെ എനർജിയാണെന്നാണ്. അപ്പോൾ ഒരു പവർഫുള്ളായിട്ടുള്ള ലോജിക്കലായിട്ടുള്ള ചിന്തയോടുകൂടി അത് എന്താ പറയുക, ബിസിനസ് അങ്ങനെയൊക്കെയുള്ള കാര്യം, ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ എപ്പോഴും പവർഫുള്ളായിട്ടൊരു എനർജി ഇവരിൽ ഉണ്ടാവും. ഒപ്പം നിയമസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനും നല്ലതാണ്. അക്കൗണ്ടിങ്, ലോ ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഇവർക്ക് പെർഫെക്റ്റ്. അതുപോലെ അഡ്മിനിസ്ട്രേഷൻ ആ രംഗത്തൊക്കെ ഇവർക്ക് ഉയർന്ന രീതിയിൽ പോകാൻ വേണ്ടി സാധ്യതയുണ്ട്. ഒപ്പം പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു എനർജി കൂടിയായിരിക്കും. പിന്നെ ശിവധ എന്ന ആ ഒരു പേരിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അതിൽ പിന്നെ പേര് 27 വരുന്നത്. 27 വന്നു കഴിഞ്ഞാലും അതിനകത്തുള്ള സോൾ എനർജിയിൽ 2 ആണ്. അത് മാനസികമായിട്ട് ചെറിയ കാര്യങ്ങളിൽ ചിന്തകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ അതിൽ കാണാനുണ്ട്. അതാണ് ശിവധ V എന്ന ആ ഒരു പേരിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ. അപ്പോൾ എന്താണ് ശിവധനെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ട് എന്തറിയാനാണ് വിളിച്ചത്? ശിവദ ആ പേരിനെ കുറിച്ചിട്ടല്ലേ? ആ പേരിൽ ചെറിയ മാറ്റം വരുത്തുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ് കേട്ടോ. പേരിൽ ഒരു മാറ്റം വരുത്തുക, കൃത്യമായിട്ട് അവരുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് പോകുന്ന ഒരു വ്യക്തിത്വമാണ്. അതിൽ വേറൊരാൾക്ക് ഇടപെടാൻ പോലും പറ്റാത്ത ഒരു എനർജിയാണ്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് ഒരു വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പേര് കൂടി നൽകണം. മറ്റുള്ളവരെ പോലും നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു എനർജി കൂടിയാണ്. അപ്പോൾ ഒരു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പേര് ന്യൂമറോളജി പ്രകാരം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നന്നാകുക. ഓക്കെ ഓക്കെ. എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ഓക്കെ. കണ്ണൂരിൽ നിന്ന് ശിവദയുടെ അമ്മയാണ് വിളിച്ചത്. പേര് പറഞ്ഞില്ല, ശിവദയുടെ അമ്മ. ഓക്കെ. എന്തായാലും ആ ഒരു എനർജി, അതായത് 22 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പൊതുവെ ന്യൂമറോളജിയിലെ ആദ്യം മുതൽ എപ്പിസോഡുകളിൽ ഒരുപാട് തവണ ആവർത്തിച്ച ഒരു നമ്പറാണ് 22. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസ്റ്റർ നമ്പറാണ്. ഒരുപാട് കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള എനർജിയാണ്. അങ്ങനെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള വ്യക്തിത്വമുണ്ട് കേട്ടോ 22 എന്ന എനർജിയിൽ. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു പേര് കൂടി അതിന് ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ നമുക്ക് ചെറിയൊരു ബ്രേക്കിന് പോകേണ്ട സമയമായി. ബ്രേക്കിന് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. വെൽക്കം ബാക്ക് ടു പേരിൻ്റെ വിസ്മയം. നമുക്ക് വീണ്ടും കോൾ വന്ന് വെയിറ്റ് ചെയ്യാണ്. നമുക്ക് കോളിലേക്ക് പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഞാൻ സംസാരിക്കുന്ന ആളുടെ പേര് തുളസി എന്നാണ്. സുനന്ദി, തുളസി. എനിക്ക് നോക്കേണ്ടത് ശിവാശയൻ കുട്ടിയുടെ പേരാണ്. ഡേറ്റ് ഓഫ് ബർത്ത്. തുളസി എവിടുന്നാ വിളിക്കുന്നത്? അത് മാവിൻമൂട്, ആറ്റിങ്ങൽ, കല്ലമ്പലം, മാവിൻമൂടാണ്. ഓക്കെ. ആറ്റിങ്ങൽ അല്ലേ? ഓക്കെ. തുളസി ആറ്റിങ്ങൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പോൾ മകളുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് പറഞ്ഞത്? കൊച്ചുമകന്റെ കാര്യം അറിയാൻ. കൊച്ചുമകന്റെ കാര്യം. ഓക്കെ. മകന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറയും. 18/3/2020. 18/3/2020. ഓക്കെ. മകന്റെ ഇപ്പോൾ ഇട്ടിരിക്കുന്ന പേര് പറയൂ. ശിവ ഷൈൻ അല്ലേ? ഓക്കെ. പിന്നെ എന്തെങ്കിലും ഇനീഷ്യൽ ഉണ്ടോ? ശിവ ഷൈൻ എന്ന് കഴിഞ്ഞിട്ട് പറയാൻ എന്തെങ്കിലും ഇല്ല? മതി, ഇത് മതി. ഓക്കെ. ഞാൻ ശിവ എന്നില്ലെങ്കിൽ SIV എന്നതിൽ SH എന്നൊന്നുമില്ലല്ലോ? അതെ. ശിവ ഷൈൻ. ഓക്കെ. ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. ശരി.
നമസ്കാരം, കേൾക്കാമോ? ഓക്കെ അപ്പോൾ 9, 7 അതായത് കുട്ടിയുടെ എനർജി വരുന്നത് 9ൻ്റെ 7ൻ്റെ എനർജിയാണ്. അപ്പോൾ അതിന് ഒരു നല്ല ഒരു പേര് നിർബന്ധമായിട്ടുള്ള എനർജിയാണ്. എന്താ പറയാൻ വേണ്ടി വന്നേ? അപ്പോൾ ആ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവ ഷൈൻ എന്നത് വളരെ ദോഷം ഇല്ല എന്നാണ് പറയാനുള്ളത്. ഒരു ആവറേജ് ആയിട്ടുള്ള പേര് എന്ന് വെച്ചിട്ട് ഭയങ്കര ലക്കിയസ്റ്റ് ആയിട്ടുള്ളതോ അല്ല വളരെ ദോഷം ചെയ്യുന്നതോ അല്ല. അപ്പോൾ ഒരു ആവറേജ് ആയിട്ടുള്ള പേരാണ്, അതായത് ശിവ ഷൈൻ. അതായത് വ്യാഴത്തിൻ്റെ എനർജിയിലാണ്. വ്യാഴത്തിൻ്റെ എനർജി സ്വാഭാവികമായിട്ടും 9നെ സംബന്ധിച്ചിടത്തോളം സപ്പോർട്ടീവും 7നെ സംബന്ധിച്ചിടത്തോളം അത്ര മികച്ച ഒരു സപ്പോർട്ടീവ് പറയാനുമില്ല. അതുകൊണ്ട് തന്നെ പിന്നെ അതുമാത്രമല്ല, ആ വ്യാഴത്തിൻ്റെ എനർജിയിൽ 30, അതായത് 3ൻ്റെ ഒരുപാട് എനർജീസ് ഉണ്ട്. 12, 21, 30, 39 അങ്ങനെ കുറേ നമ്പേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ലക്കിയസ്റ്റ് ആയിട്ടുള്ള കുറച്ച് നമ്പേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് പിന്നെ 21, 39 എന്നൊക്കെയാണ് പറയേണ്ടത്. പക്ഷേ 30 എന്നത് ഓക്കെ, കുഴപ്പമില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. അങ്ങനെയുള്ള ഒരു എനർജിയിലാണ് ആ പേര് ഇരിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ആ പേരിൻ്റെ കൂടെ അമ്മയുടെ പേരിൻ്റെ അക്ഷരം എന്താണ് വേണം നമുക്ക് നോക്കാം ആഡ് ചെയ്തിട്ട്. അമ്മയുടെ പേര് നിഷ എന്നാണ്. നിഷ എന്നാണ്. ഓക്കെ. എന്ന് ചേർക്കാൻ വേണ്ടി തീർച്ചയായും പറ്റില്ല. ശിവാഷ് ചേർക്കണോ? ഏതാണ് ചേർക്കണോ? ഇനീഷ്യലി എന്ന് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തറവാട്ട് പേര് അങ്ങനെ എന്തെങ്കിലും ചേർക്കാറുണ്ടോ സാധാരണ? പിന്നെ ഇത്ര അറിയാൻ വേറെ. അതെ. അപ്പോൾ ഈ പേരിന്റെ അവസ്ഥ ഇതാണ്, ശിവ ഷൈൻ എന്നുള്ളത്. പിന്നെ അപ്പോൾ അതിൽ വേറൊരു ഓപ്ഷൻ ശിവ എസ് എന്ന് മാത്രമാണെങ്കിൽ നല്ലൊരു പേരായിട്ട് വരുന്നുണ്ട് കേട്ടോ. ശിവ എസ് എന്നാകുമ്പോൾ പിന്നെ മകനെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്കിയസ്റ്റ് ആയിട്ടുള്ള പേരാകുന്നുണ്ട്. പിന്നെ ഭാഗ്യത്തിനൊക്കെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു എനർജി അതിലുണ്ട്. നല്ല പേരാണ്. നല്ല പേരാണ്. SIVA ഇനീഷ്യൽ എസ്. വളരെ ചെറിയ പേരാണ്. ചെറിയ പേരെന്ന് പറഞ്ഞിട്ടില്ല, വളരെ എന്താ പറയുക പവർഫുൾ ആയിട്ടുള്ള പേരാണ് കേട്ടോ മകനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ പേര് അങ്ങനെ പിന്നെ സ്കൂളിൽ ചേർത്തോ? അടുത്ത വർഷമായിരിക്കും അല്ലേ? ആക്കി അല്ലേ? ഓക്കെ. എന്തായാലും ഇങ്ങനെ ഒരു പേരാക്കി കഴിഞ്ഞാൽ അത് ഏറ്റവും പവർഫുൾ ആണ്. ചിലപ്പോൾ പിന്നെ കുട്ടിയുടെ അച്ഛൻ്റെ പേര് തന്നെ വെക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ പേരിൽ ഒരു ന്യൂമറോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഒരു മാറ്റം വരുത്തുന്നതായിരിക്കും നന്നാകുക. ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് ശിവ എസ് എന്ന് വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ. എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. അപ്പം ആറ്റിങ്ങിൽ നിന്ന് ഓക്കെ ശിവയുടെ ശിവാഷയൻ്റെ അമ്മൂമ്മയാണെന്ന് തോന്നുന്നു വിളിച്ചത്. എന്തായാലും വളരെ സന്തോഷം. അപ്പോൾ ആ കുട്ടിക്ക് ഒരു പേരിന് അല്ലേ, നമുക്ക് ആ ഒരു പേര് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഇമ്പോർട്ടൻ്റ്, എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്പെഷ്യലാണ്. കാരണം അവർ ഒരുപാട് കാലം ആ എനർജിയുമായിട്ട് പോകേണ്ട ആൾക്കാരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പേരിൽ ശിവ എസ് എന്ന് ആ കുട്ടിക്ക് വെക്കാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ മോസ്റ്റ് ലക്കിയസ്റ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത്. അതുപോലെ അത് ഫുള്ളായിട്ട് വെക്കണമെങ്കിൽ നിങ്ങൾ വേറൊരു പേര് നോക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മളിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് 2നെ കുറിച്ചിട്ടാണ്, 2ൻ്റെ എനർജീനെ കുറിച്ചിട്ടാണ്. 2 എന്നാൽ 29 ആണല്ലോ ഇന്നത്തെ ഡേറ്റ്, അതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു 29 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കല, പ്രണയം, അതുപോലെ മാതാവ്, ഇങ്ങനെ ഒരുപാട് കാര്യത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. പിന്നെ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും എന്ന് പറഞ്ഞു. അതുകൂടാതെ 2ൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് മറ്റുള്ളവരെ എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുമെന്നത്. അത് 2ൻ്റെ അത് എല്ലാ എനർജിയിലും വരും. 2 ആയാലും 20 ആയാലും, അതായത് 2ൻ്റെ എനർജി പറഞ്ഞു കഴിഞ്ഞാൽ 2-ാം തീയതി ജനിച്ചവർ, 11-ാം തീയതി ജനിച്ചവർ, 20-ാം തീയതി ജനിച്ചവർ, 29-ാം തീയതി ജനിച്ചവർ, ഇവരൊക്കെ 2ൻ്റെ എനർജിയിലാണ്. അപ്പോൾ ഇവർക്കുള്ള ഒരു പൊതു സ്വഭാവം കൂടിയാണ് മറ്റുള്ളവരുടെ മനസ്സിനെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനുള്ള വളരെ പവർഫുള്ളായിട്ടുള്ള കഴിവ്. ഒരു വ്യക്തിയെ ഒരാൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ചിലപ്പം അവരുടെ കൂടെ ഒരു മാസവും അല്ലെ കൂടുതലായിട്ട് അടുത്ത് നിൽക്കുന്ന കുറച്ച് കാലമെങ്കിലും വേണ്ടി വരും. പക്ഷേ ഇവർക്ക് അധികം കാലം വേണ്ടി വരില്ല എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. എളുപ്പം ആൾക്കാരെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കഴിവ് ഇവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് അടുത്തൊരു കോൾ വന്ന് വെയിറ്റ് ചെയ്യണം. നമുക്ക് കോളിലേക്ക് പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? മട്ടന്നൂരിന്ന്. ഓക്കെ. ആരുടെ കാര്യം അറിയാനാണ്? ഓക്കെ. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 8/7/2010. 8/7/2010.
ആ പിന്നെ പേരൊന്നുകൂടി പറയാമോ? ചേച്ചി കേട്ടില്ല, എന്തോ ബ്രേക്ക് ആവുന്നുണ്ട് സൗണ്ട്. തന്മയ കേസി. അന്ന. തന്മയ കേസി. ഒന്ന് സ്പെല്ലിംഗ് കൂടി പറയോ? അന്ന എന്നല്ലേ പറഞ്ഞത്? THA PHA NMAYA NNO NMAYA. Y. തനോയ. തന്മയ കേസി. NNYA എന്നല്ലേ പറഞ്ഞത് അവസാനം? NNAYA. അല്ല, NMAYA. M ആണ്. NMAYA. ഓക്കെ. തന്മയ കേസി. KC. ഓക്കെ. THNANMMAYA അല്ലേ? തന്മയ KC. ഓക്കെ. 8/7/2010 അല്ലേ? അതെ അതെ. ഓക്കെ, ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ. ഹലോ തന്മയ, കേൾക്കാമോ? കേൾക്കാം. പേഴ്സണാലിറ്റി നമ്പർ 8, ലൈഫ് പാത്ത് നമ്പർ 9 ആണ്. 8ൻ്റെയും 9ൻ്റെയും കൂടിച്ചേരലാണ്. വലിയ 2 നമ്പേഴ്സാണ് കൂടെയുള്ളത്. അപ്പോൾ ഈ തന്മയ KC എന്നുള്ളത് കെ എന്താണ്? ഫാദറിൻ്റെ പേരാണോ മദറിൻ്റെ പേരാണോ അങ്ങനെയാണോ? അല്ല, വീട്ടിന്റെ അങ്ങനെ അടിസ്ഥാനത്തിലാണ്. അതെ, വീട്ടുപേരിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലേ? ഓക്കെ. അപ്പോൾ അതിൽ പിന്നെ സി എന്നുള്ളതും വീട്ടിൻ്റെ പേര് തന്നെ അല്ലേ? വീട്ടുപേര് തന്നെ അല്ലേ? സി. ഓക്കെ. പിന്നെ അത് പേര് ഇപ്പോഴുള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജ് പേരാണ്. വളരെ ദോഷവും ഇല്ല, വളരെ നല്ലതും അല്ല, കുഴപ്പമില്ല എന്ന് മാത്രം. അതാണ് പറയാനുള്ളത്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ബെസ്റ്റായിട്ടുള്ള പേര് വെക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം 8 എന്ന പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ വലിയ 2 എനർജിയാണ്. ഇപ്പോൾ ലീഡർ എന്ന നിലയിലോ ഇതൊക്കെ ഉയരങ്ങളിലേക്ക് പോകാനുള്ള ഒരു എനർജി അതിലുണ്ട്. പക്ഷേ പേര് കറക്റ്റായിരിക്കണം, പേര് വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതൊരു ഏറ്റവും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഹൈ ലെവലിലേക്കൊക്കെ പോകാൻ പറ്റും. അപ്പോൾ തന്മയ കെ എന്ന് മാത്രം വെക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ വളരെ നല്ലൊരു പേരാണ്. അച്ഛൻ്റെ പേരെന്താണ്? ബിജു. ബിജു. ഓക്കെ. ഒരു കാര്യം ചെയ്യൂ, പറ്റുമെങ്കിൽ തന്മയ ബിജു എന്ന് പേരിടൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള പേരാണ്. അറ്റ്ലീസ്റ്റ് തന്മയ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലും നല്ല പേരാണ്. കൂടുതൽ അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ഉയരങ്ങളിലേക്കൊക്കെ പോകാനുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പേരായിട്ട് വരും. തന്മയ ബി എന്നായാലും നല്ലതാണ്, തന്മയ ബിജു എന്നായാലും ഒരു നല്ല പവർഫുൾ ആയിട്ടുള്ള പേരാണ്. ഓക്കെ. അത് നമ്മൾ ഇപ്പോൾ നിങ്ങളുടെ ഒരു ഈ പ്രായത്തിലല്ല അതിനെ കുറിച്ചിട്ട് അറിയാം. അത് ഒരു എന്താ പറയുക, കാരിയർ ലെവലിലേക്കൊക്കെ പോകുമ്പോൾ ഒരു 10-25 വയസ്സൊക്കെ കഴിയുന്ന സമയത്താണ് അതിൻ്റെ ആ ഒരു ഗുണങ്ങൾ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ. ഇത് ആരാണ് സംസാരിക്കുന്നത്? തന്മയ തന്നെയാണോ സംസാരിക്കുന്നത്? ഓക്കെ. തന്മയ്ക്ക് എന്തായാലും ന്യൂമറോളജിയിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പോൾ തന്മയ ഒരു കാര്യം ചെയ്യുക, ഒന്നിക്കൽ അച്ഛൻ്റെ പേര് ഇടാൻ വേണ്ടി ഫുള്ളായിട്ട് തന്നെ ഇടാൻ വേണ്ടി നോക്കുക, അല്ലെങ്കിൽ ബി എന്ന ആ ഒരു ലെറ്റർ മാത്രം വെച്ചുകൊണ്ട് പോകാൻ വേണ്ടി നോക്കുക. ഓക്കെ. ഓക്കെ. എന്തായാലും ഓൾ ദി ബെസ്റ്റ് തന്മയ. പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ഓക്കെ. കണ്ണൂർ മട്ടന്നൂരിൽ നിന്ന് പിന്നെ തന്മയാണ് വിളിച്ചത്. ഓക്കെ, എന്തായാലും സന്തോഷം. അപ്പോൾ പേഴ്സണാലിറ്റി നമ്പർ 8, ലൈഫ് പാത്ത് നമ്പർ 9 ആ കുട്ടിയുടെ എനർജി. അപ്പോൾ നമ്മുടെ ചെറുപ്പകാലത്തെ ആ ഒരു എനർജി എല്ലാ കുട്ടികളും എല്ലാവരും പോലും അല്ലേ, എല്ലാം ഒരുപോലെ തന്നെ ആയിരിക്കും. പക്ഷേ അവരൊരു കാരിയറിലേക്ക് വരുമ്പോഴാണ് അവരുടെ ഒരു പേഴ്സണാലിറ്റിയും അവരെന്താ ആ ഒരു വ്യക്തിത്വം അല്ലേ മനസ്സിലാകുക. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇവർ ഒരു ശക്തരായിട്ടുള്ള ലീഡേഴ്സിൻ്റെ എനർജി ആയിരിക്കും.
കാര്യങ്ങളെ നിയന്ത്രിക്കാനും കൺട്രോൾ ചെയ്യാനൊക്കെയുള്ള ഒരു പവറുള്ള ഒരു എനർജിയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? അവർക്ക് അതിന് ഫ്ലെക്സിബിൾ ആയിരിക്കണം. അല്ലെങ്കിൽ എന്താ, നമ്മൾ വളരെ റൂട്ടായിട്ടുള്ള അങ്ങനെയുള്ളൊരു വ്യക്തിത്വം ആയി മാറും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താവും, ആൾക്കാരിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ലേ, നമ്മൾ ഭയങ്കര സ്ട്രിക്റ്റായി നടക്കുമ്പോൾ എല്ലാവരും അതുപോലെ അതിനനുസരിച്ച് പ്രതികരിക്കണമെന്നില്ല. അപ്പോൾ ജീവിതങ്ങൾ ഒരുപാട് കാര്യങ്ങളെ പഠിപ്പിക്കുന്ന അവസ്ഥ വരും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിൽ ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥ മാറണമെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു പേര് തന്നെ വേണം. അപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്കിന് പോകേണ്ട സമയമായിട്ടുണ്ട്. നമുക്ക് ബ്രേക്കിന് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം.